അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫി പ്രസ്ഥാന പഠന ഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തഡോളജിയാണ് അൽ വല വൽ ബറ എന്ന കൺസെപ്റ്റ്. ഇത് ഖുർആനിൻ്റെയും സുന്നത്തിലും തന്നെയും വളരെ വ്യക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. അതുകൊണ്ടും കൂടിയിട്ടാണ് സലഫി മൂവ്മെൻറ്റുകൾ അൽ വല വൽ ബറ എന്ന് പറയുന്ന ഒരു ആശയത്തെ അവരുടെ പ്രധാന മൻഹജായി മെത്തഡോളജിയായി സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളോട്, വിശ്വാസികളോട് പ്രധാനമായും ആരോടാണ് ബന്ധമുണ്ടാവേണ്ടതെന്നും, ബന്ധമെന്ന് പറയുന്നത് ഇവിടെ ആത്മബന്ധത്തെക്കുറിച്ചിട്ടാണ്, ഒരു പ്രത്യയശാസ്ത്ര ബന്ധത്തെക്കുറിച്ചിട്ടാണ്. അതല്ലാതെ സാമൂഹികമായ കമ്മ്യൂണിക്കേഷൻ, ബാക്കിയുള്ളവരെയൊക്കെ അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരാശയത്തിലല്ല. ആരോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്ന ഒരാശയത്തിലാണ് ഖുർആനും സുന്നത്തും ഈ വിഷയം വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നത്. അതായത് ഒരു വിശ്വാസി എന്ന നിലയിൽ ആ വിശ്വാസിക്ക് ഒരു സ്വതന്ത്രമായ, വളരെ വ്യതിരിക്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ആ ഐഡൻറ്റിറ്റി ഉള്ളവരോട് ചേർന്ന് നിൽക്കണമെന്നും അതുകൊണ്ട് തന്നെ അതൊരു സാംസ്കാരികപരമായ, സ്വഭാവപരമായ, അങ്ങനെ പലവിധ മേഖലകളിലും ഒരു ഒത്തൊരുമ ഉള്ള ഒരു വിഭാഗമെന്ന നിലയിൽ മുസ്ലിം സമൂഹം രൂപപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഒരാശയമാണ് ഈ പറയുന്ന ഖുർആനിലുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേസമയം തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവേണ്ട ഒരു വിഷയം, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഒത്തൊരുമയെയും അതിൻ്റെ ഐക്യബോധത്തെയും അവർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു വളരെ ശക്തിഭദ്രമായ ഒരു ബന്ധത്തെയും കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഈ ഒരു വിഷയം. ഖുർആൻ ആ തരത്തിലാണ് സംസാരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ സൂറത്തു സഫ് പോലുള്ള സൂറത്തുകളിൽ അവിടെ കന്നഹും ബുനിയാനും മർസൂസ്, വിശ്വാസ സമൂഹത്തെ വളരെ ഭദ്രമായി കെട്ടിപ്പടുത്തപ്പെട്ട ഒരു ബിൽഡിങ്ങിനെ പോലെ, ഒരു വീടിനെ പോലെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ വിശ്വാസികൾ, അതായത് ഖുർആൻ അനുശാസിക്കുന്ന തരത്തിലുള്ള വിശ്വാസം പേറിയവരും അതനുസരിച്ച് ജീവിതത്തിൽ ആ ഇസ്ലാമിൻ്റെ നിഷ്ഠയും ചിട്ടങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ശരിയായ വിധം നിർവഹിക്കുകയും ചെയ്യുന്നവർ എന്നർത്ഥത്തിലാണ് ഖുർആൻ വിശ്വാസി എന്ന് ഉപയോഗിക്കുന്നത്. അതല്ലാതെ മുസ്ലിം സമൂഹത്തിലെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളിവിടെ മനസ്സിലാവേണ്ട ഒരു പ്രധാനപ്പെട്ട ടെർമിനോളജി ഉണ്ട്. അത് മുഅ്മിൻ, മുസ്ലിം എന്ന് പറയുന്ന രണ്ട് പദാവലികളാണ്. കാരണം മുഅ്മിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വിശദീകരിച്ച തരത്തിലുള്ള മുഴുവൻ ആശയവും ആചാരാനുഷ്ഠാനങ്ങളും വേണ്ട തരത്തിൽ വളരെ സുന്ദരമായും ഭദ്രമായും ജീവിതത്തിൽ സ്വീകരിച്ചവരെയാണ് മുഅ്മിൻ എന്ന് പരാമർശിക്കുന്നത്. മുസ്ലിം എന്നത് സൂറ ഹുജറാത്തിൽ പറയുന്നത് പോലെ അതൊരു കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ ഒരു ടൈറ്റിലായി അവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതായത് കാലത്തിൽ ആറാബു ആമന്ന എന്ന് പറയുന്ന ആ ഭാഗത്ത് അറാബികൾ, അതായത് ദൂര ഗ്രാമവാസികളായ ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ അവർ വന്നിട്ട് നബിയോട് ഞങ്ങൾ മുഅ്മിനായി എന്ന് പറയുന്നു, ആമന്ന എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അള്ളാഹു അവരെ തിരുത്തിക്കൊണ്ട് സൂറൽ ഹുജറാത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മുഅ്മിനായി എന്ന് പറയേണ്ട, വലാക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. കാരണം വലമ്മാ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. കമ്മ്യൂണിറ്റി മെമ്പറായി എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് ആ ഭാഗങ്ങളിൽ മുസ്ലിം എന്ന് പറയുന്ന പദത്തെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഖുർആനിൽ മുഅ്മിൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്ന പദവും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് അസ്ലിം യാ ഇബ്രാഹിം, ഇബ്രാഹിമെ നീ കീഴ്വണങ്ങ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അസ്ലംദുൽ റബ്ബിൽ ആലമീൻ, ഞാൻ അള്ളാഹുവിന്, സർവ്വലോക രക്ഷിതാവിന് ഞാൻ കീഴ്വണങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. കാരണം മുസ്ലിം എന്ന പദത്തിൻ്റെ ആശയാർത്ഥം, പദത്തിൻ്റെ അർത്ഥം തന്നെ കീഴ്വണങ്ങുന്നവൻ, സറണ്ടർ ചെയ്യുന്നവൻ എന്നാണല്ലോ. ആ ഒരു അർത്ഥത്തിൽ മുഅ്മിൻ എന്ന രീതിയിൽ ഒരു പര്യായമായി അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണ ഖുർആനിൽ പൊതുവെ ഈ വിശ്വാസം
സ്വീകരിക്കുകയും ജീവിതത്തിൽ നിർവഹിക്കുകയും ചെയ്തവരെ മുഅ്മിൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിം എന്നുള്ള പദവും കൂടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യതിരിക്തത നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയത്തിലേക്ക് കടക്കാൻ. ആ ഒരു ഭാഗത്താണ് മുഅ്മിനുകൾ പരസ്പരം വലിയുകളാണ്, ആത്മബന്ധം, പ്രത്യയശാസ്ത്ര സൗഹൃദ ബന്ധം കീപ്പ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത് നമുക്ക് പല സൂറത്തുകളിൽ കാണുവാൻ കഴിയും. അതിൽ ചില ആയത്തുകൾ നമ്മളിവിടെ പരാമർശിക്കുന്നതാണ്. സൂറത്തുൽ നിസായിലൊക്കെയും അത് ആവർത്തിച്ച് പറയുന്നത് കാണാം. സൂറത്തുൽ മാഇദയിലും ഈ ഭാഗത്തൊക്കെയും ഇങ്ങനെ ഈ വലിയിൻ്റെ വലാ എന്ന് പറയുന്ന ഈ ആത്മസൗഹൃദ ബന്ധത്തെ, പ്രത്യയശാസ്ത്രപരമായ ഒരു ആ ബന്ധത്തെ വിശദീകരിച്ച് പറയുന്നത് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഖുർആൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മുഅ്മിനുകളെ സുഹൃത്തായി സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു കൽപ്പനകളുള്ളത്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, അൽ മുഅ്മിൻ മിർആത്തുൽ മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറയുന്നത് മറ്റൊരു മുഅ്മിനിൻ്റെ കണ്ണാടിയാണ്. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാവണമെങ്കിൽ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുകയും ഒരേ പ്രത്യയശാസ്ത്ര പശ്ചാത്തലവും പരിസരവും ഉണ്ടാവുകയും വേണമെന്ന് നമുക്ക് ആ പദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. ആ ഒരു ലോകത്തെക്കുറിച്ചിട്ടാണ് ഖുർആനിൽ ആത്മബന്ധം രൂപീകരിക്കുന്ന വർത്തമാനം പറയുന്നതും ഈ തരത്തിലുള്ള വിശ്വാസത്തിന് അന്യമായ ജീവിത രീതിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്ന ഒരു വിടുതിയെക്കുറിച്ച് സംസാരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ആമുഖത്തോടു കൂടിയിട്ടാണ് ഈ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ, പ്രത്യേകിച്ച് സലഫി മൻഹജിൽ അൽ വല വൽ ബറ എന്ന് പറയുന്ന ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ ഒരു സംജ്ഞ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ അൽ വലാ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് സ്നേഹമെന്നും റെസ്പെക്റ്റ് എന്നും ഹോണറെന്നും എന്നൊക്കെ പറയുന്ന അർത്ഥമുള്ള ഒരു പദപ്രയോഗമാണ്. സപ്പോർട്ട് എന്നുള്ള അർത്ഥം വരുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ആശയം എന്ന് പറയുന്നത്, ആരാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്, അവരോട് സ്നേഹത്തിലാവുകയും അത് ഇൻവാർഡിലി, അതായത് ഉള്ളിൽ നിന്നും പുറത്തും ഒരുപോലെ തന്നെ മഹബത്ത്, സ്നേഹം പ്രകടമാക്കുന്ന ഒരു രീതിയെക്കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് പല റിപ്പോർട്ടുകളിൽ കാണാം, നിങ്ങൾ ഇഷ്ടമുള്ള ഒരാളോട് ഇഷ്ടം തുറന്ന് പറയണം എന്ന് പറയുന്ന രീതികളുണ്ട്. അത് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ. ഈ ഒരർത്ഥത്തിൽ ഈ സലാം പറയൽ പോലും, അതായത് സലാം പറയുന്നത് സ്നേഹം അധികരിപ്പിക്കുന്നതാണ് എന്നൊക്കെ ഇതിൽ ഈ സ്നേഹം, വിശ്വാസികൾക്കിടയിലുള്ള മൊഹബത്തിനെ, അവർ തമ്മിലുള്ള ഇഴയെടുപ്പത്തെ കൂടുതൽ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഹദീസുകളും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. വലാ എന്ന് പറയുന്നത് തങ്ങൾ ഇഷ്ടപ്പെടുന്നതിനോട് കൂടുതൽ ഇഷ്ടപ്പെടുകയും കൂടുതൽ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഇഷ്ടം അത് പ്രതിഫലിക്കുന്ന, ബഹിർഗമിക്കുന്ന ഒരു അവസ്ഥയാണ് വലാ എന്ന് പറയുന്നത്. അതിൽ ഇപ്പം ഇവിടെ വിശദീകരിക്കുന്നത് പോലെ ഹുവൻ നസ്ർ വൽ മഹബത്ത് വൽ ഇക്റാം വൽ ഇഹ്തിറാം, അത് ഈ മഹബത്ത്, ഈ വലാ എന്ന് പറയുന്നത് സഹായവും പരസ്പര സ്നേഹവും അതുപോലെ തന്നെ റെസ്പെക്റ്റും ഒക്കെ നൽകലാണ്. അതുമാത്രമല്ല തങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ആയിരിക്കലാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണം അവിടെ നമുക്ക് ഗ്രന്ഥങ്ങളിൽ കൊടുക്കുന്നത് കാണാം. അതായത് മുഹമ്മദ് ഇസ്മായിൽ അൽ മുഖദ്ദിം എന്ന് പറയുന്ന വളരെ സുപ്രസിദ്ധനായ ഈജിപ്ഷ്യൻ സ്കോളറുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വലാ വൽ ബറ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഈ ഒരു വിഷയത്തിലുള്ള രചനയിൽ അദ്ദേഹം ഇത് വളരെ വിശദമായി തന്നെ അൽ വലാ വൽ ബറയുടെ അഖീദ, അതിൻ്റെ ഒരു ഫെയ്ത്തിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിന് എല്ലാ പണ്ഡിതന്മാരെയും പോലും തെളിവെടുക്കുന്നത് അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി വന്നൂർ വല്ലദീന കാനു ഔലിയാഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂർ ഇലൽ ളുലുമാത്. അതായത് ഈ പറയുന്ന ഒരു ആയത്താണ്. അതായത് സൂറത്തുൽ ബഖറയിലെ 257-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശ്വാസികളുടെ വലിയാണ്, സുഹൃത്താണ്, ആത്മബന്ധുവാണ്. അവർ വിശ്വാസികളെ വിവിധ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും ഇരുട്ടറകളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന വലിയാണ്, സുഹൃത്താണ്. എന്നാൽ ഈ അള്ളാഹുവിനെ ധിക്കരിച്ച് നിഷേധിച്ച് മറ്റു വഴി സ്വീകരിച്ചവരോ അവർ താഗൂത്തിൻ്റെ ഔലിയാക്കളാണ്, അതിക്രമിയുടെ, ധിക്കാരിയുടെ, അല്ലെങ്കിൽ ഇസ്ലാമിന് അന്യമായ ശക്തികളുടെ ഔലിയാക്കളാണ് അവർ. അതിൻ്റെ കൂടെ തന്നെ ഈ താഗൂത്തുകൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിൽ നിന്ന് അവരെ
അന്ധകാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അള്ളാഹു തിരിച്ചാണ്. കാരണം അള്ളാഹു ഈ വിശ്വാസിയുടെ വലിയായതുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ഒരു പോയിന്റ് നമുക്കവിടെ പറയുന്നത് കാണുവാൻ കഴിയും. ഇതിലാണ് വലാ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വിശ്വാസികളോടുള്ള ആ ഒരു അടുപ്പത്തെക്കുറിച്ചിട്ടാണ് വലാ എന്ന് പറയുന്ന ഒരു ആശയം വിശദീകരിക്കുന്നത്. അതിന് പല സൂറത്തുകളിൽ അള്ളാഹു എങ്ങനെയാണ് ഒരാളുടെ വലിയ ആയി മാറുന്നത്, ഈ സുഹൃത്തായി മാറുന്നത്, അത് വിശ്വാസികൾ മനുഷ്യൻ്റെ വലിയാകുമ്പോൾ മാത്രമേ ആ മനുഷ്യൻ്റെ വലിയായ സുഹൃത്തായി അള്ളാഹു മാറുകയുള്ളൂ എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ വലിയ എപ്പോഴാണ് ആവുന്നത്? അതായത് നല്ല മാർഗത്തിൽ, ശരിയായ മാർഗത്തിൽ തിന്മയിൽ നിന്ന് തടയുകയും നന്മ പ്രഘോഷിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ തിന്മ തടയുകയും നന്മ ചെയ്യുന്നവൻ്റെയും വലിയായി സുഹൃത്തായി അള്ളാഹു മാറുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ തരത്തിൽ തിന്മയ്ക്ക് വിരുദ്ധമായി നന്മയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ആ ഒരു സിറ്റുവേഷനെയും വലാ എന്ന് പറയുന്ന ഒരാശയം ഖുർആൻ കൊടുക്കുന്നത് നമുക്ക് കാണാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പദമാണ് ഈ അൽ ബറാ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വിടുതി, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിന് ഡിസ്റ്റൻസിങ്, അകന്നു നിൽക്കുകയും അതിനെ റിനൗൺസ് ചെയ്യുക, ഈ പറയുന്ന തിന്മയോടും ഈ കാര്യങ്ങളോടും ഉള്ള ഒരു ശത്രുത ഉണ്ടാവുക. അതായത് തിന്മയോട് ശത്രുതയും നന്മയോട് മിത്രവുമായി മാറുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ്. കാരണം ഖുർആനിൽ തന്നെയും പൊതുവെ വിശ്വാസികളോട് മറ്റുള്ളവരും വിശ്വാസമുള്ളവരോടും അല്ലാത്തവരോടും പെരുമാറേണ്ട ഒരു രീതിശാസ്ത്രത്തെ നമുക്ക് സൂറത്തുൽ മാഇദയിൽ പറയുന്നത് കാണാം. താവനു അൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അതായത് വിശ്വാസികളോട് പറയുന്നത്, ആരോടാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണ് സഹകരിക്കേണ്ടത്, അത് സൂക്ഷ്മതയുടെയും ജാഗ്രതയുടെയും കാര്യത്തിൽ, ജീവിതത്തിലുള്ള സൂക്ഷ്മത, ജീവിതത്തിലുള്ള ജാഗ്രതയുടെയും കാര്യത്തിലും പൊതു നന്മയുടെയും കാര്യത്തിലും ആരുമായും നിങ്ങൾ സഹകരിക്കാം. എന്നാൽ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപം, മ്ലേച്ഛം, കുറ്റം എന്നൊക്കെ അർത്ഥമുള്ള ഇസ്മ്, അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. വൽ ഉദ്വാൻ, ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. അതായത് ശത്രുത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല മുഅ്മിൻ, വിശ്വാസി എന്നാണ് ആ ആയത്തിൽ പഠിപ്പിക്കുന്നത്. പകരം മിത്രം, സൗഹൃദം, ബന്ധങ്ങൾ, ഇഴയെടുപ്പം, ഇഷ്ടം എന്നിവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാവണം വിശ്വാസി എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് അവിടെ പറയുന്നത്. അതല്ലാത്തതെല്ലാം, അതിൽ നിന്നൊരു വിടുതിയും ഒരു മാറി നിൽക്കലും എന്ന് പറയുന്ന മെത്തഡോളജി സ്വീകരിക്കേണ്ടവനാണ് വിശ്വാസി എന്നതും കൂടാണ് അൽ ബറാ എന്ന് പറയുന്ന ആ അർത്ഥത്തിലുള്ളത്. കാരണം ഇതിൻ്റെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ഇസ്മായിൽ മുഖദ്ദിം അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ബറാ എന്ന് പറയുന്നത് അതിൻ്റെ ഇസ്തിലാഹി ടെക്നിക്കൽ അർത്ഥത്തിൽ അത് ഒന്നിൽ നിന്ന് അകന്നു നിൽക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, തിന്മയോടും മറ്റുള്ള കാര്യങ്ങളോടും ഒരു ശത്രുത പ്രകടമാക്കുക എന്നതാണ്. ഈ ഒരു തരത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇതേ ആശയം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വലാ എന്ന് പറയുന്നത് അത് മഹബത്തും അതുപോലെ തന്നെ അടുപ്പവുമാണ്, ബന്ധവും അതുപോലെ തന്നെ ഇഷ്ടവുമാണ് വലാ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അദാവത്ത്, ശത്രുതയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അൽ ബുഗ്ദ്, അതിനോടുള്ള ദേഷ്യമാണ്, തിന്മയോടുള്ള ദേഷ്യമാണ് എന്ന തരത്തിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ആലു ഷേഖ്, അതായത് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ പണ്ഡിത പരമ്പരയിലെ സുപ്രധാനി പണ്ഡിതന്മാരിൽ ഒരാളായ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ പേരക്കുട്ടികൾ ഒരാളായിരുന്നു അബ്ദുൽ ലത്തീഫ് ഇബ്ൻ അബ്ദുറഹ്മാൻ ഇബ്ൻ ഹുസൈൻ ആലു ഷേഖ്. അദ്ദേഹവും ഇതേ അർത്ഥത്തിൽ തന്നെ മവാലാത്തിൻ്റെ, ഈ ഒരു ഇഴയെടുപ്പത്തിൻ്റെ, ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ഹുബ്, സ്നേഹമാണെന്നും അതുപോലെ തന്നെ അസുലുൽ മാദ്, എതിര് നിൽക്കുന്നതിൻ്റെ, മാറി നിൽക്കുന്നതിൻ്റെ, ശത്രുതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ തിന്മയോടുള്ള, വേണ്ടാത്തതിനോടുള്ള അൽ ബുഗ്ദ്, അതിനോടുള്ള ദേഷ്യമാണെന്നും അദ്ദേഹം അത് വിശദീകരിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹവും ഇതുപോലെ തന്നെ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നത് കാണാം. ഇന്നമാ വലിയുക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു യഖീമൂന സ്വലാത്ത വയുത്തൂന സകാത്ത വഹും റാഖിഊൻ. സൂറത്തുൽ മാഇദയിലെ ഈ 55-ാമത്തെ ആയത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വലിയ ആരാണ്, വിശ്വാസികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറയുന്നത്, നിങ്ങളുടെ വിശ്വാസികളുടെ പ്രത്യേകം പറയുന്നത്, നിങ്ങളുടെ വലിയ എന്ന് പറയുന്നത് അള്ളാഹു ആണ്, റസൂലാണ്. അതുപോലെ തന്നെ സക്കാത്ത് നൽകുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിശ്വാസ സമൂഹമാണ് വിശ്വാസികളുടെ
സുഹൃത്ത് എന്ന് പറയുന്നു. അവിടെ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞതിൻ്റെ അവിടെ അർത്ഥമെന്ന് പറയുന്നത് ജീവിതത്തിൽ ആരാധനാനുഷ്ഠാനങ്ങൾ നിഷ്ഠ പാലിക്കുന്നവർ. വയൂത്തൂന സക്കാത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിലെ ശുദ്ധീകരണം ഉദ്ദേശിക്കുകയും മറ്റുള്ള വെൽഫെയർ ആക്ടിവിറ്റീസിൽ ഇടപെടുകയും ചെയ്യുന്നവർ. അതായത് ഒരു ആചാരാനുഷ്ഠാനം കൊണ്ട് മാത്രം ഒരാൾക്ക് മറ്റൊരാളുടെ വലിയ സുഹൃത്താവാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റൊരുത്തൻ്റെ ബുദ്ധിമുട്ടിനെയും പ്രയാസം കുറിച്ചും കൂടി ആലോചിക്കുകയും ചെയ്യുന്നവന് മാത്രമേ ഒരു ഈ വലാ എന്ന് പറയുന്ന ഈ ഒരു സ്നേഹബന്ധം ആ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസം രൂപീകരിക്കാൻ കഴിയുമെന്നാണ് ഈ ആയത്ത് കൊണ്ട് സൂറ അൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് കൊണ്ട് വിശദീകരിക്കുന്നത്. ഇത് അൽ മൗസു അൽ അഖദിയ എന്ന് പറയുന്ന അദുറു സനിയ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ ഫത്വകളുടെ കളക്ഷനാണ്. അതിലിത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ് ഔസഖുറൽ ഈമാൻ അൽ ഹുബ്ബ് ഫില്ല വൽ ബഗ്ദ് ഫില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ബന്ധമെന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ പേരിലുള്ള വെറുപ്പുമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ വെറുപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ അല്ലാത്തവരെല്ലാം വെറുപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല. തിന്മ എന്ന് പറയുന്ന ഒരാശയം അത് ആര് ചെയ്യുന്നോ അതിനുള്ള വെറുപ്പാണ്. അത് മുസ്ലിം സമുദായമാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും. നമുക്ക് അറിയാം, ഖുർആനിലെ മുസ്ലിം സമുദായത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് ഖുർആൻ തന്നെ പരാമർശിക്കുന്നവരാണല്ലോ അൽ മുനാഫിഖ് എന്ന് പറയുന്ന ഈ ഡബിൾ സ്റ്റാൻഡേർഡ് സ്വീകരിക്കുന്ന രൂപത്തിലും ഭാവത്തിലും വിശ്വാസിയാവുകയും എന്നാൽ ഉള്ളിൽ ഒരു വിശ്വാസമില്ലാതാവുകയും ജീവിതത്തിൽ എല്ലാത്തരം വൃത്തികേടുകൾ പുലർത്തുകയും ചെയ്യുന്ന മനുഷ്യനെയാണല്ലോ ഖുർആൻ മുനാഫിഖ് എന്ന് പറയുന്നത്. തുരപ്പൻ പണിയെടുക്കുക, അതായത് സമൂഹത്തിൽ തന്നെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തിനെ തന്നെ മറ്റുള്ള ജനമധ്യത്തിൽ കുറ്റക്കാരായി ചിത്രീകരിക്കുകയും മുഴുവൻ കുഴപ്പം സമുദായത്തിൻ്റെതാണെന്ന് ചെയ്യുന്നവരാണല്ലോ മുനാഫിഖ് എന്ന് പറയുന്നത്. ആ മുനാഫിഖിനെ ഖുർആൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അവരുടെ സ്ഥാനമെന്നാണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങളല്ലാത്തവരെന്നല്ല, മുസ്ലിം സമുദായത്തിൽ തന്നെയും മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഉണ്ടാകുമെന്ന് ഖുർആൻ തന്നെ പറയുന്നത് കാണാം. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിലുള്ള ഇഷ്ടവും അള്ളാഹുവിൻ്റെ പേരിലുള്ള ദേഷ്യവും അതാണ് ഏറ്റവും സ്ട്രോങ് ആയ പവർഫുള്ളായ ബന്ധമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് കാണാം. ഇതിനെ തന്നെ പറഞ്ഞുകൊണ്ട് ഈ അൽ വലാ വൽ ബറാ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലഫി മൂവ്മെൻറ്റിലെ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും എല്ലാ വിഭാഗങ്ങളും അൽ വലാ വൽ ബറാ എന്ന് പറയുന്നത് പ്രധാന ഒരാശയമായി തന്നെ അവർ കരുതുന്നുണ്ട്. അൽ വലാ വൽ ബറാ അംറുഹുമ അലീമും ഫീ ദീനിൽ ഇസ്ലാം. ദുറൂസ് ഷെയ്ഖ് അബ്ദുൽ അലി അൽ ജലാലി, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു സലഫി പണ്ഡിതനാണ്. അദ്ദേഹം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അൽ വലാ വൽ ബറാ. ഇതൊരിക്കലും ഒരു ശാഖാപരമായ ചില ആൾക്കാർ കരുതുന്നത് പോലെ ഇതൊരിക്കലും ശാഖാപരമായ കാര്യങ്ങളല്ല, പകരം അഖീദയുടെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്നാണ് അദ്ദേഹം അതിനെ പ്രത്യേകം വേണ്ടുന്നത്. അതായത് ഇത് സാധാരണ വിശ്വാസികൾ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവുകയും ഈമാൻ പുലർത്തുകയും ചെയ്താൽ മാത്രം വിശ്വാസിയാകും എന്നത് മാത്രമല്ല, അതിന് പകരം അവരുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം ആ അഖീദയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാവണമെന്നും അവരാരിൽ നിന്നോ മാറി നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനവും അഖീദ തന്നെ ആവണം. അതുകൊണ്ട് തന്നെ ഇത് വളരെ അഖീദയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിശദീകരണമാണ് ഇവർ പറയുന്നത്. കാരണം ഖുർആനിൽ തന്നെയും യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ബഅദ, ഈ നസ്രാണികളെയും യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത്. ഇതൊക്കെയും ഒരു യുദ്ധ പശ്ചാത്തലത്തിലും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലും കൂടി അവതരിച്ചതാണ്. അതും നമുക്ക് മനസ്സിലാവണം. ഖുർആൻ മറ്റു പല ഭാഗത്തും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടുതൽ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണാം. യഹൂദന്മാരിലെയും ചില പണ്ഡിതന്മാരെയും മറ്റു പല ഭാഗങ്ങളിൽ അനുകൂലിച്ച് പെരുമാറുന്നതും കാണാം. യഹൂദന്മാരുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാം. സൂറത്തുൽ നിസാ
ബറായിൽ തന്നെ യഹൂദൻ്റെ അവകാശത്തിന് വേണ്ടി ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത് കാണാം. ഇതൊക്കെയും നമ്മൾ ചേർത്ത് ഒന്നിച്ച് വായിക്കേണ്ടതാണ്. അതേസമയം തന്നെ വിശ്വാസികൾ കൂടുതൽ ബന്ധം, ആത്മബന്ധവും ആദർശബന്ധവും പുലർത്തേണ്ടത് ആരോടാണ്? അത് വിശ്വാസികളോടാണ് എന്ന് പറയുന്ന ഒരു ആയത്താണ് സൂറ മാഇദയിലെ 51-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് വിവിധ കൾച്ചർ, സ്വന്തം കൾച്ചറിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരുക, അത് സ്വന്തം ഐഡൻറ്റിറ്റിയാക്കി, അദബ്, അവരുടെ സ്വഭാവങ്ങളും ആദർശവും ഒരു ഐഡൻറ്റിറ്റിയാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അൽ വലാ വൽ ബറ എന്ന് പറയുന്ന ഈ ഒരു ബന്ധത്തിൻ്റെയും വിടുതിയുടെയും അപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്ന് പറയുന്ന നിരവധി ചർച്ചകൾ നമുക്ക് ഈ സലഫി രീതികളിൽ, രചനകളിൽ കാണാം. അത് അൽ വലാ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആളോട് സ്നേഹപൂർവ്വം അവരെ പിന്തുണച്ചുകൊണ്ടും അവരുടെ വിഭാഗങ്ങളോട് ചേർന്നുകൊണ്ടും കൂടുതൽ ബന്ധമുണ്ടാവുക. ഇത് ഫാമിലി ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾക്കേക്കാളും അപ്പുറം, കാരണം ഖുർആനിൽ തന്നെ മുഹാജിറിനെയും അൻസാരിനെയും ചേർത്ത് വെക്കുമ്പോൾ ഇഖ്വാൻ എന്ന് പറയുന്ന രക്തബന്ധം എന്നുള്ള പദമാണല്ലോ ഉപയോഗിച്ചത്. കാരണം അഹ് എന്നുള്ള പദം ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് രൂപപ്പെട്ട സഹോദരനെയാണ് അറബിയിൽ അഹ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സൂറ ഹുജറാത്തിൽ തന്നെ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത് സഹോദരന്മാർ എന്നുള്ള പദത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് കുടുംബ ബന്ധത്തെക്കാളും അപ്പുറം ആദർശ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നതാവണം എന്ന് പറയുന്ന ഒരു വിശദീകരണം ഇസ്മായിൽ അൽ മുഖദ്ദിം, ഷെയ്ഖ് മുഖദ്ദിം വിശദീകരിക്കുന്നത് കാണാം. കുടുംബബന്ധത്തെക്കാളും അപ്പുറം ആദർശ ബന്ധത്തിൻ്റെ ഒരു ആവശ്യകതയാണ് അദ്ദേഹം ഈ ഒരു വലാഇൻ്റെ അപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ബറാഇനെയും ചേർത്ത് പറയുന്നത് ഈ ഡിസ്ബിലീവർ, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പദപ്രയോഗം, ഡിസ്ബിലീവർ എന്ന് പറയുന്നത് അവിശ്വാസി എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ കാഫിർ എന്നുള്ള പദമാണ് ഈ ഉപയോഗിക്കുന്നത്. കാരണം ഇംഗ്ലീഷിൽ കാഫിർ എന്ന് പറയുന്ന ഒരു പദത്തിന് സമാനമായ ഒരു ശരിയായ ഒരു പദം ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. കാരണം അവിശ്വാസിയോ എന്ന ഒരർത്ഥത്തിലല്ല, സത്യം അറിഞ്ഞതിന് ശേഷം നിഷേധിക്കുകയും എന്നിട്ട് ബാക്കിയുള്ളവരെ ആ മാർഗത്തിൽ നിന്ന് തടയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ തിന്മയിലേക്ക് ക്ഷണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ഖുർആനിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ നമുക്ക് കാഫിർ എന്ന് പറയാൻ പറ്റുന്നത്. ഒരാൾ സ്വന്തമായി ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല എന്നതിനേക്കാളും അപ്പുറം ഖുർആൻ തന്നെ പറയും, വല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ല, അതായത് കാഫിറാവുകയും മറ്റുള്ളവരെ വഴി തടയുകയും നീയും പോവണ്ട എന്ന് പറയുകയും അതിൻ്റെ കൂടെ തന്നെ തിന്മ കൂടുതൽ ചെയ്യുകയും ചെയ്യുക, അതായത് കൂടുതൽ അക്രമം ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ നിറഞ്ഞതാണ് കാഫർ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിസ്ബിലീവർ എന്നുള്ള പദങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫർ എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത്. മുസ്ലിം കാഫർ എന്ന് പറയുന്ന രണ്ട് ഡിവിഷനെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. മുഅ്മിൻ കാഫിർ എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ്. ആ മുഅ്മിൻ എന്ന് പറഞ്ഞതിൻ്റെ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആരാണ് കാഫിർ എന്ന് പറയുന്ന ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള കുഫർ, ദൈവനിഷേധം സ്വീകരിച്ചവരുടെയും അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ പ്രാക്ടീസിൽ നിന്നും അത് അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അകന്നു നിൽക്കുക എന്നതിനെയാണ് ബറ എന്ന് പറയുന്നത്. കാരണം സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ വർത്തമാനം പറയുമ്പോൾ പോലും അത് അവിടെ എടുത്ത് പറയുന്നുണ്ട്. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. അതായത് മാതാപിതാക്കൾ നിങ്ങളെ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമ, നിങ്ങൾ അവരെ അനുസരിക്കേണ്ടതില്ല, അതായത് അവരിൽ നിന്ന് അകന്നു നിൽക്കുക. എന്നിട്ട് ചേർത്ത് പിന്നീട് എന്താ പറയുന്നത്, വസ്വാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, എന്നാൽ അവരോട് ഈ ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങളിൽ അവരോട് ഏറ്റവും നന്നായി പെരുമാറുകയും ചെയ്യുക എന്നതാണ്. അതായത് അഖീദയുടെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഒരു ദാക്ഷിണ്യവും എക്സ്ക്യൂസും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ എന്നാൽ അതിൻ്റെ കാര്യത്തിൽ അവരോട് വെറുക്കുക എന്നതിനേക്കാളും അപ്പുറം അവരെ ചേർത്ത് വെക്കുക എന്നൊരർത്ഥമാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ഒരർത്ഥമാണ് ഈ ബറ എന്ന് പറയുന്നതിൽ ഖുർആനിലുള്ളത്. എന്നാൽ ഇവിടെ ഈ ഇങ്ങനെയുള്ള ചർച്ചയിൽ ഇവർ പറയുന്നത് ഒരു ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ സാലിഹ് ഫൗസാൻ, പ്രധാനപ്പെട്ട
സൗദി സ്കോളറാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഫത്വകൾ ഒന്നിൽ പോലും ഇതേ ഒരു വർത്തമാനം പറയുന്നത് കാണാം. കാരണം കാഫറുകളോട് ബന്ധം സൂക്ഷിക്കുന്നതിൻ്റെ ചില അടയാളം കുറിച്ച് അദ്ദേഹം പറയുന്നത് അവരെ പോലുള്ള ഡ്രസ്സുകൾ ധരിക്കുക, അവരുടെ ഭാഷയിൽ സംസാരിക്കുക, അതായത് അവരുടെ ലാംഗ്വേജ് സംസാരിക്കുക എന്നല്ല, അവരുപയോഗിക്കുന്ന ടെർമിനോളജികളും ഇസ്ലാമിൻ്റെ അദബുകൾ ലംഘിച്ചുകൊണ്ടുള്ള രീതികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും, അവരെ പുകഴ്ത്തുകയും അവരുടെ പുകഴ്ത്തുകൾ സ്വീകരിക്കുന്ന നിലപാടുകളും, അങ്ങനെ മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളിൽ ഈ കാഫറുകളുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നത് പോലും യഥാർത്ഥത്തിൽ അത് അങ്ങനെയുള്ളവരോട് നിന്ന് അകന്നു നിൽക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഘടകമാണ് മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ടാകുമല്ലോ, അതായത് കുറ്റവാളികളായ, അധർമ്മികളായ, അതായത് തിന്മ ചെയ്യുന്നവരുടെ കാര്യങ്ങൾ, അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് അൽ വല വൽ ബറ സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നൊരു ചർച്ച കാണാം. അതിൽ അവിടെ പ്രധാനമായും പറയുന്നത് അവരുടെ കുറ്റത്തിൻ്റെയും നന്മയുടെയും അളവ് തോത് അനുസരിച്ച് കൊണ്ടാണ് അവരോട് ഇടപെടേണ്ടത്. അതായത് അവരുടെ നല്ല കാര്യങ്ങളിൽ അവനോട് സ്നേഹം കാണിക്കുകയും തിന്മയുടെ കാര്യത്തിൽ അതിനെ വെറുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നിലപാടാണ് പറയുന്നത്. അതായത് വഹുബുൽ മുഅ്മിനിൽ മആസി ബി ഖദ്രി തആത്തിഹി, ഈ ഫത്വയിൽ അദ്ദേഹം പറയുന്നത്, അതായത് ഫത്വയിലുള്ളത് ഒരു മുഅ്മിൻ്റെ, ഒരു വിശ്വാസിയുടെ ഇങ്ങനെ ഒരു ധിക്കാരിയോടുള്ള, ഒരു തെമ്മാടിയോടുള്ള, ഒരു കുറ്റവാളിയോടുള്ള ഹുബ്ബെന്ന് പറയുന്നത് അവൻ്റെ അനുസരണത്തിൻ്റെ തോതനുസരിച്ച് കൊണ്ടാണ്. അവനോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് അവൻ്റെ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കുറ്റത്തിൻ്റെയും തോതനുസരിച്ച് കൊണ്ടാണ് എന്ന രീതിയിൽ നമുക്ക് ഈ വൽ വല വൽ ബറ മുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന ഒരു നിലപാട് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സലഫി ചർച്ചകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ടൈറ്റിലാണ് ഈ ബിദ്അത്ത് ചെയ്യുന്ന, അതായത് റിച്വലുകളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ ഇങ്ങനെ പുതിയ രീതികൾ കൊണ്ടുവരുന്നവരോടും ഒരു തരത്തിലുമുള്ള ബന്ധം പാടില്ലെന്നും അവരെ കേൾക്കാൻ പാടില്ല എന്നും അവരുടെ ഇങ്ങനെയുള്ള ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് തടയണമെന്ന തരത്തിലുള്ളൊരു വിശദീകരണമാണ് നമുക്ക് രചനകളിൽ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച, മുസ്ലിങ്ങൾക്കെതിരെ കാഫറുകളുമായി ചേർന്ന് മുസ്ലിങ്ങൾ ഒരു ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തിന്, മേധാവിത്വത്തിന് പിന്തുണ നൽകുകയാണെങ്കിൽ അതുപോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ പ്രധാന കാരണമാകുന്നുവെന്ന് ഫത്താവ അൽ ഇസ്തിറാഹാത്ത് അൽ ഇസ്ലാമിൽ യൗം, അതായത് ഡോക്ടർ അബ്ദുള്ള അൽ ഫഖീഹിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ഫത്വ കൗൺസിലിൽ നമുക്കത് കാണുവാൻ കഴിയും. അതായത് ആരൊക്കെ കാഫറുമായി ചേർന്ന് പ്രവർത്തിക്കുകയും മുസ്ലിങ്ങളും ഇസ്ലാമിനും എതിരിൽ അവരുടെ വിജയം ഇഷ്ടപ്പെടുകയും, അതല്ല അവരുടെ ആധിപത്യം, മുസ്ലിങ്ങൾക്കെതിരിൽ അവരുടെ ആധിപത്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള മുർത്തദ്ദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു രീതിയാണ് എന്ന് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം അതിൻ്റെ ആ ഒരു ഫത്വയിൽ തന്നെ പറയുന്നത് കാണാം. അതായത് ഏതെങ്കിലും ഒരു നോൺ മുസ്ലിമായ ഒരാളോട് എന്തെങ്കിലും ഒരു ലോയാലിറ്റി കാണിച്ചാൽ അതൊക്കെയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതല്ല. കാരണം അതൊക്കെയും അവരുടെ നന്മ തിന്മകളുടെ തോതുകൾ അനുസരിച്ച് കൊണ്ടിട്ടുള്ള പലവിധ ഡിഗ്രികൾ ഈ ചർച്ചയിലുണ്ട്, ചില മാറ്റങ്ങളും സ്ഥാനങ്ങളും ഈ ചർച്ചയിലുണ്ട്. എല്ലാവരെയും ഒറ്റയടിക്ക് പുറന്തള്ളുന്ന രീതിയല്ല ഇതെന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഫത്വകൾ തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. അതിൻ്റെ കൂടെ മറ്റൊരു പ്രധാന വിഷയം ഈ അൽ വല വൽ ബറയിൻ്റെ പ്രധാനപ്പെട്ടൊരു ചർച്ചയാണ് തക്ഫീറുമായി ബന്ധപ്പെട്ട, കാഫിറാക്കലുമായി ബന്ധപ്പെട്ട ചർച്ച. അതായത് ഒരു കാഫിറിനെ ഇഷ്ടപ്പെടുന്നതും ഒരു ഇസ്ലാമിനെതിരിൽ കാഫിറിൻ്റെ വിജയം അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലും യഥാർത്ഥത്തിൽ അത് കുഫറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അബുൽ ഫൈസൽ അൽ ബദറാനിനെ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കിതാബുൽ വല വൽ ബറ വൽ അദാഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഹുബുൽ കാഫിർ ലി കുഫ്രിഹി ഔ തമന്ന ഇൻതിസാർ ദീനുൽ കുഫർ അലാ ദീനുൽ മുസ്ലിമീൻ ഹാദാ ഹുവൽ കുഫ്റു ഫി ബാബിൽ വല വൽ ബറ. അദ്ദേഹം അത് പറയുന്നുണ്ട്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് കാഫറിനോട്, അവരെ കുഫറിനോട് സ്നേഹം കാണിക്കുക, ഇസ്ലാമിനെതിരിൽ, മുസ്ലിങ്ങൾക്കെതിരിൽ അവരുടെ ഈ കാഫറിൻ്റെ വിജയത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കുഫറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അൽ വല വൽ ബറ ചർച്ചയും ഈ സലഫി മൂവ്മെൻറ്റുകളിൽ അവരുടെ മെത്തഡോളജിയിൽ പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ
മറ്റൊരു കാര്യം, മുസ്ലിങ്ങൾക്കെതിരിൽ കാഫറുകളെ സപ്പോർട്ട് ചെയ്യുന്നതും അതൊരു വലിയ തരത്തിലുള്ള കുഫറുൽ അക്ബർ എന്ന് പറയുന്ന ഒരു ഭാഗമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഖുർആനിൽ തന്നെ മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഹാത്തിബ് ബിൻ അബി ബൽത്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഫതഹ് മക്കൻ വിജയത്തിനുമായി ബന്ധപ്പെട്ട യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു കത്ത് കൊടുത്തു വിടുന്ന ഒരു സംഭവമുണ്ട്. ഇത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും ആ കൊണ്ടുപോയ ആളിനെ പിടിച്ചു വെക്കുകയും കത്ത് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു യുദ്ധരഹസ്യം ഷെയർ ചെയ്യുന്നത് ആയിരുന്നു യഥാർത്ഥത്തിൽ വളരെ നിഷ്കളങ്കനായ നബിയുടെ ഒരു അനുചരനായിരുന്നു അദ്ദേഹം. നബിയുടെ കൂടെ ഒരുപാട് കാലം പ്രവർത്തിക്കുകയും പല യുദ്ധങ്ങളിൽ ഒന്നിച്ച് പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത വെളിവാകുകയും ചെയ്ത ഒരു സംഭവമാണ്. എന്നാൽ അദ്ദേഹം കുടുംബത്തോടുള്ള താല്പര്യം കാരണം അദ്ദേഹം കത്തയച്ചതായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നത്, അദ്ദേഹം എന്ന് പറയുന്നത് വളരെ പേരറിഞ്ഞ ഗോത്രത്തിൽപ്പെട്ട ആളല്ല. കാരണം അവിടെയുള്ള ഈ മക്കക്കാരായ ഇപ്പോൾ മദീനയിലുള്ള പല സ്വഹാബികൾക്കും മക്കയിൽ പലരും പ്രമുഖരായ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇദ്ദേഹം അതല്ലാത്തത് കൊണ്ട് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നറിഞ്ഞുകൊണ്ട് ആ ഒരു വിവരം ഒന്ന് സൂക്ഷിക്കണമെന്ന രീതിയിൽ കത്തയച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അതൊരു യുദ്ധ രഹസ്യം ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ടാണല്ലോ നമ്മുടെ ഒരു ലോകത്ത് പോലും, ഒരു സെക്കുലർ ലോകത്ത് പോലും കരുതുന്നത്. ആ ഒരു സാഹചര്യത്തെ ഖുർആൻ വളരെ ശക്തമായി തന്നെ വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വൻ വഅദുവ്വക്കും ഔലിയാ തൽഖൂ ഇലൈഹിം ബിൽ മവദ്ദ. അതായത് എൻ്റെയും നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പേരിൽ ഔലിയാക്കളാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വളരെ ശക്തമായ ഭാഷയിൽ ഈ സഹാബിയെ വിമർശിക്കുന്നത് കാണാം. ഇതിൽ നിന്ന് ഒരാശയം എടുത്തുകൊണ്ട് ഫാമിലി ബന്ധമോ മറ്റു പല കാര്യങ്ങളുടെ പേരിലും എന്തെങ്കിലും ഒരിത് ചെയ്യുകയാണെങ്കിൽ അതിന് ചില റിഡക്ഷൻ ഇല്ല. കാരണം ആൾക്കാരുടെ നിയ്യത്തിൻ്റെ ഒരിതും കൂടെ പരിഗണിച്ചുകൊണ്ട് അൽവലാ വൽബറ എന്ന് പറയുന്നത് വലിയ കുറ്റമാണെങ്കിൽ പോലും അത് കാഫിറാവുകയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ആ സഹാബി പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യപ്രകാരമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതുപോലെ മറ്റൊരു തക്ഫീറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അതായത് ഈ കാഫിറുകളുടെ ലോകത്ത് ജീവിക്കുക, എന്നിട്ട് അവരുടെ റിലീജിയസ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുക. അങ്ങനെ ഒന്നിനെയും നമുക്ക് ഈ ഒരു ചർച്ചയിൽ കുഫറിൻ്റെ ഒരു ഭാഗമായി എണ്ണുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ വിശദീകരിച്ച പോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നത്, ഈ കാഫിറുകളോട് അവർക്കൊരു ലോയാലിറ്റി പ്രഖ്യാപിക്കുന്നത് പോലും മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായി ലോയാലിറ്റി പ്രഖ്യാപിക്കുന്നത്, അതായത് മറ്റൊരു നാട്ടിൽ അവിടെയുള്ള സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നതിനെക്കുറിച്ചിട്ടല്ല, മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമായി അവരുടെ താല്പര്യങ്ങൾക്കെതിരായി നിന്നുകൊണ്ട് വളരെ ശത്രുതാ മനോഭാവം നിറഞ്ഞു നിന്ന ഒരു സംവിധാനത്തോട് ലോയാലിറ്റി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചിട്ടാണ് ഈ തക്ഫീർ എന്ന് പറയുന്ന ഒരാശയം നമുക്ക് ഇസ്ലാമിക് ലിറ്ററേച്ചറിൽ കാണുവാൻ കഴിയുന്നത്. യാസിർ ഖാദി അദ്ദേഹത്തിൻ്റെ ഓൺ സലഫി ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ ഇത് വളരെ സുന്ദരമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ തക്ഫീറിൻ്റെ ചില ഇനങ്ങൾ പോലും പലപ്പോഴും ഒരു ചെയിൻ എന്ന നിലയിൽ, ചങ്ങല എന്ന നിലയിൽ പോലും പോവാറുണ്ട്. അതായത് ഒരു സുഹൃത്ത്, ഒരാൾ ഒരു ശക്തനായ ഒരു നിഷേധിയോടൊരു കാഫറാവുകയും എന്നാൽ അയാളോട് മറ്റൊരാൾ സുഹൃത്ത് ബന്ധമുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ കാഫറാവുന്ന തരത്തിലുള്ള ഒരു ചർച്ച പിന്നീട് സലഫി മൂവ്മെൻറ്റുകളിൽ സജീവമായി എന്ന് യാസിർ ഖാദി അദ്ദേഹത്തിൻ്റെ ഓൺ സലഫി ഇസ്ലാം എന്ന് പറയുന്ന രചനയിൽ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഈയിടെ അന്തരിച്ച സൗദി പണ്ഡിതനായിരുന്ന ഷെയ്ഖ് റബീബിൻ ഹാദി അൽ മഖ്ദലിയുടെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ഈ ഒരു സമീപനം നമുക്ക് കാണുവാൻ കഴിയും. അതായത് സുഹൃത്തിനെ പോലും ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നിലപാട് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വിഷയം കുറച്ചും കൂടി പൊളിറ്റിക്കലായി മാറുകയും ഭരണം ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ വിധിക്കുന്നില്ലയോ അവരെയൊക്കെയും തക്ഫീർ ചെയ്യുന്ന തരത്തിലേക്ക് ചർച്ചകൾ വിശദമായി പോകുന്നത് നമുക്ക് കാണാം. ഈ ഒരു കാര്യത്തിൽ 3 നിലപാടുകളാണ് പ്രധാനമായും സലഫി മൂവ്മെൻറ്റുകളിൽ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത്. അതിലൊന്ന്, ഒരു മുസ്ലിം നാട്ടിലെ ഒരു ഭരണാധികാരി അയാൾ അവിടുത്തെ സെക്യുലർ ലോയും ഒക്കെ ആയിട്ടൊക്കെയാണ് വിശദീകരിക്കുന്നതെങ്കിൽ പോലും അയാൾ ചെയ്യുന്നത്, അയാൾ വിശ്വാസിയാണെങ്കിൽ പോലും അയാൾ അപ്പോഴും കാഫറാവുന്നില്ല, അയാൾ അപ്പോഴും വിശ്വാസി തന്നെയാണ്.
സംഭവം തെറ്റാണെങ്കിൽ പോലും അയാളുടെ ഈമാന് സംഭവിക്കുന്നില്ല, കുഴപ്പം സംഭവിക്കുന്നില്ല എന്ന രീതിയിലാണ് ഷെയ്ഖ് ഇബ്നു ബാസും അതുപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. അയാൾ അപ്പോൾ പോലും സെക്കുലർ നിയമപ്രകാരമാണ് ഭരണം നടത്തുന്നതെങ്കിൽ പോലും അയാൾ അപ്പോഴും ഒരു വിശ്വാസിയാണ് എന്ന നിലയിലാണ് ഈ ഒഫീഷ്യൽ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസും അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനിയും പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ. ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്രകാരം ഭരണാധികാരി മുസ്ലിം ആണെങ്കിൽ പോലും അയാൾ പറയുന്നത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. കാരണം ഭരണകൂടത്തിനോട് എതിർന്ന് നിൽക്കുന്നത്, അതായത് അള്ളാഹുവിനെതിരായ ഒരു നിയമം കൽപ്പിക്കുന്ന ഒരു മേജർ കുഫർ തന്നെയാണെങ്കിൽ പോലും പക്ഷേ അപ്പോഴും ഭരണാധികാരി എന്തു തന്നെയാണ്, അത് മുസ്ലിം ആയിരിക്കും. അതായിരിക്കും മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പൊതുനന്മയ്ക്ക്, ഗ്രേറ്റർ ഗുഡിന്, പൊതുനന്മയ്ക്ക്, ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന് അതായിരിക്കും നല്ലത്. അവിടെ ഒരു എതിർ സ്വരം വേണ്ടതില്ല എന്നാണ് ഷെയ്ഖ് ഉസൈമീനിൻ്റെ അഭിപ്രായം. എന്നാൽ ഒരു മൂന്നാമത്തെ അഭിപ്രായം അത് അബു മുഹമ്മദ് അൽ മഖ്ദിസിയും അതുപോലെ തന്നെ അബു മുസബുൽ സൂരിയെ പോലുള്ള ചില പണ്ഡിതന്മാരാണ്. ഇത് വളരെ മൈനോറിറ്റിയാണ് സലഫി വിഭാഗങ്ങളിൽ ഈ മൂന്നാമത്തെ വിഭാഗം. അവർ പറയുന്നത് സെക്കുലർ ലോസ് അനുസരിച്ചിട്ടുള്ള ഒരു ഭരണ സംവിധാനം നടത്തുന്ന ഭരണാധികാരികൾ അവർ കാഫറുകൾ തന്നെയാണ്. അവരുടെ ഭരണം എന്ന് പറയുന്നത് നിയമസാധുതയില്ലാത്തതാണ്. അവരുടെ വിശ്വാസം തന്നെ തള്ളിക്കളയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഒരു തരത്തിലുള്ള ഒരു അലീജിയൻസും ഒരു പ്രതിജ്ഞയോ ഒരു ലോയാലിറ്റിയുടെയും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് ഈ അബൂ മുഹമ്മദ് അൽ മഖ്ദിസി ആണ് അതിൽ പ്രധാനമായും ഈ ഒരു ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് കുറച്ച് വിശദമായി നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മൈനോറിറ്റിയാണ് ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ സലഫികൾക്കിടയിലുള്ളത്. അവർ മിലിറ്ററി ജിഹാദ് വളരെ ഒരു നിർബന്ധമായി തന്നെ കാണുന്നു. അതിന് കാരണം പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. കാരണം സെക്യുലർ മുസ്ലിം നാടുകളിൽ നിന്ന് ഇസ്ലാമേതര ഭരണകർത്താക്കളെ മാറ്റുക എന്നതും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ നിരന്തരം സൈനികമായി അറ്റാക്ക് ചെയ്യുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്നുള്ള തരത്തിലുമാണ്. ഈ രണ്ട് ചിന്തയാണ് പ്രധാനമായും ഈ അൽവലാ വൽ ബറായിൽ നിന്ന് വലുതായ ഒരു മിലിറ്റൻസിയിലേക്ക് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനമായും ഒരു സംഭാവന അർപ്പിച്ച ഒരാളാണ് ഈ അബൂ മുഹമ്മദ് അൽ മഖ്ദിസി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഡെമോക്രാത്തിയ ദീൻ, ഡെമോക്രസി ഈസ് എ റിലീജിയൻ എന്ന് പറയുന്ന ഒരു രചനയിൽ തന്നെ അദ്ദേഹം അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി അറേബ്യയ്ക്കും അതിൻ്റെ ഭരണകർത്താക്കൾക്കുമെതിരെ തക്ഫീർ, കാഫറാക്കൽ എന്ന് പറയുന്ന ഒരു നയനിലപാട് സ്വീകരിച്ച ആളും കൂടെ ആയിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നത് ഇവർ മുഴുവനായും ശരീഅത്ത് നടപ്പിലാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. അത് കാരണം ചില ഗവർണൻസിലും എക്കണോമിക്സിലും അവരുടെ ഫോറിൻ ബന്ധങ്ങളിലുമെല്ലാം അനിസ്ലാമികമായ രീതികളാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലെജിറ്റിമസി ഇസ്ലാമികമല്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല നോൺ മുസ്ലിം വെസ്റ്റേൺ പവർ, പാശ്ചാത്യ നാടുകളുമായിട്ടുള്ള അവരുടെ ബന്ധവും യഥാർത്ഥത്തിൽ അൽ വലാ വൽ ബറാ എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ മുർത്തദിൻ്റെ ഇസ്ലാമിൽ നിന്ന് മുഴുവൻ കടന്നുപോയ ഒരാളുടെ രൂപത്തിലാണ്. അതുതന്നെ ഏറ്റവും വലിയൊരു തിന്മയാണ് എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനും സുന്നത്തിനും എതിരായ ചില നിലപാടുകൾ അവർ സ്വീകരിക്കുന്നു. അതുപോലെ അതിന് മെയിൻ ഉദാഹരണം പറയുന്നത് പാശ്ചാത്യ സൈനിക സാന്നിധ്യം ഉള്ളതും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വാല്യൂകളെ ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയമ നിലപാട് സ്വീകരിക്കുന്നതുമെല്ലാം ചില ഉദാഹരണങ്ങളായി അദ്ദേഹം അതെടുത്ത് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് അബൂ മുഹമ്മദ് മഖ്ദിസി പറയുന്നത് ഈ ഇസ്ലാമിനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനങ്ങൾക്കെതിരാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ തരത്തിലുള്ള നിലപാടുകൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പ്രധാനമായ ഒരു വിഷയമാക്കി എടുക്കുകയും അത് നാസറുദ്ദീൻ അൽബാനി അടക്കമുള്ളതും ബാക്കിയുള്ള ഒഫീഷ്യൽ പണ്ഡിതന്മാരുമെല്ലാം ശക്തമായ രചനകൾ, റെഫ്യൂട്ടേഷൻ നടത്തിയത് നമുക്ക് കാണാം. ധാരാളം ഫത്വകൾ ഈ ഒരു വിഷയത്തിലുണ്ട്. ഒഫീഷ്യൽ പണ്ഡിതന്മാരെല്ലാം ഇതിന് നേരെ എതിർത്തുകൊണ്ട് നിരവധി ഫത്വകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ചില ഉദാഹരണമാണ് ജാമിഅത്ത് തുറാസുൽ അല്ലാമ അൽ അൽബാനി ഫിൽ മൻഹജ് വൽ അഹാദീസുൽ കുബ്ര. ഈ അൽബാനിയുടെ ആ ഒരു കളക്ഷൻ നമുക്കിത് കാണാം. അതുപോലെ
തന്നെ ഫത്താവ ലജ്ന അൽ ദായിമ അൽ മജ്മുഅൽ ഉല, അതായത് പണ്ഡിത സഭയിലെ ഉയർന്ന പണ്ഡിത സഭയിലെ ഫത്വകളുടെ കളക്ഷനിലും മഖ്ദിസിയുടെ ഈ നിലപാടുകൾക്കെതിരെ നമുക്ക് ഫത്വകൾ കാണുവാൻ പറ്റും. ഇതിൻ്റെ അവസാനം എന്ന നിലയിൽ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ ISS എന്ന് പറയുന്ന ഒരു നിഗൂഢമായ പ്രതിഭാസം അതൊരിക്കലും മുഖ്യധാര സലഫി ഗ്രൂപ്പിലേക്ക് ഞാൻ കൂട്ടുകയില്ല. എൻ്റെ ഒരു നിലപാടും അതല്ല. അതായത് ISS അത് ഏതൊക്കെയോ സാഹചര്യത്തിൽ രൂപപ്പെട്ടതാണ്. അതിൻ്റെ രൂപീകരണത്തിൽ പോലും ഇപ്പോഴും സംശയങ്ങളുണ്ട്. അതിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് പോലും പലതരം പഠനങ്ങൾ സലഫി ലോകത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട്. സലഫികൾ തന്നെ ശക്തമായി തന്നെ ഈ ISS എന്ന് പറയുന്ന വിഭാഗത്തെ എതിർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും പക്ഷേ ഒരു ഘട്ടത്തിൽ ഇവർ ഇതേ അൽവല വൽബറ എന്ന് പറയുന്ന ഒരു ആശയത്തെ സ്വീകരിച്ചു കൊണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പബ്ലിക്കേഷനുകൾ പല കോലത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആര് ചെയ്തു എന്നതൊക്കെ മറ്റ് പല വിഷയങ്ങളാണ്. അതിനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില പഠനങ്ങളുണ്ടായി. അതിലൊന്നാണ് ജമീലെ ഖദിവാർ എന്ന് പറയുന്ന അവർ 2020 എക്സ്പ്ലോറിങ് തക്ഫീർ, ഈ ദായിഷ് എന്നാണ് അറബ് ലോകം, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് അദ്ദൗല ഇസ്ലാമിയ എന്നുള്ള പദം പോലും അറബ് ഇസ്ലാമിക ലോകം സലഫി ലോകം ഇവരെ വിശേഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ഒരു ലൈഫും അവരുടെ ഒരു വളർച്ചയും അവരുടെ അക്രമവും അവരുടെ രീതികളുമെല്ലാം ഇസ്ലാമികമായി വളരെ സലഫി മെത്തഡോളജിയിൽ പോലും വളരെ വിരുദ്ധമായിരുന്നത് കൊണ്ട് തന്നെ അറബ് ലോകം പോലും ദായിഷ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇത് അക്രമത്തെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പോൾ അവർ പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ പേരിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ചില രചനകളിൽ ഇതേ അൽവല വൽബറ ഉപയോഗിക്കുന്നത് കാണാം. അതിലൊന്ന് അവർ പറയുന്നത് അവരോടൊക്കെ ആര് എതിർ നിൽക്കുന്നോ, അത് ഷിയ മുസ്ലിങ്ങളാണെങ്കിൽ തീർച്ചയായും ഷിയാക്കളും അവർ എതിർ നിൽക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ കാഴ്ചപ്പാടിന് ആരൊക്കെ എതിർ നിൽക്കുന്നോ അവരൊക്കെയും തക്ഫീർ ചെയ്യുന്ന ഒരു നിലപാട് ഇങ്ങനെയുള്ള ഇവരുടെ സാഹിത്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നതും കൂടി പറയുകയാണ്. കാരണം ഞാനിപ്പോഴും പറയുന്നു, ദായിഷിനെ ഒരു സലഫി ഗ്രൂപ്പായി പോലും സലഫികളിലെ 99% പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ രൂപീകരണത്തെയും അവരുടെ വളർച്ചയും പോലും അറബ് ഇസ്ലാമിക സലഫി ലോകം പോലും ശക്തമായ സംശയത്തിലാണ് കാണുന്നത്. എന്നാൽ പോലും ഒരു ലിറ്ററേച്ചർ എന്ന നിലയിൽ, ചർച്ച എന്ന നിലയിൽ അവരുടെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഒരു വിഷയത്തിൽ പോലും ഒരു അൽവല വൽബറ എന്ന് പറയുന്ന ഒരു ആശയം കടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് അൽവല വൽബറ എന്ന് പറയുന്നത് വിവിധ സലഫി ചിന്തകളിലും ധാരകളിലും വിഭാഗങ്ങളിലും അത് വ്യവഹരിക്കപ്പെട്ടത് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.